ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിലെത്തിയത്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റും പിന്നെ മുട്ട വെച്ചിട്ട് നമ്മുടെ ഷക്ഷൂക്ക നാട്ടിലെ റെസിപ്പി, അത് ട്യൂണേഷ്യൻ റെസിപ്പിയാണ്. അപ്പോൾ അതും ഉണ്ടാക്കാമെന്ന് കരുതി. എന്നും നമ്മൾ ഓംലേറ്റും സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ, അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് ഓഫീസിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 2 സവാള എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ നമ്മളതായ രീതിയിലുള്ളൊരു മസാല റെഡിയാക്കിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു പകുതി ക്യാപ്സിക്കവും ഒരു പകുതി തക്കാളിയും വേണം. അപ്പോൾ അതൊന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാപ്സിക്കം നമ്മുടെ വഴറ്റി വെച്ച സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കവും ചേർത്ത് അത് വഴഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് നല്ല പോലെ അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴറ്റാൻ വെച്ചിട്ട് വെള്ളമൊക്കെ വെച്ച് അതൊന്നായിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ മഞ്ഞക്കരു ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞക്കരു അങ്ങനെ കാണുമ്പോൾ ഇവിടെ ആരും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ അതിന് മുകളിൽ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊരു ലോ ഫ്ലെയിമിൽ ആ മുട്ട ഒന്ന് കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ പാനിൽ ബട്ടർ ഇട്ടിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഷക്ഷൂക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ അത് ഫ്ലാസ്കിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ എൻ്റെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനി നമുക്ക് ഈ ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ സമയം ഹസ്ബൻഡും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് സെർവ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ ഷക്ഷൂക്ക ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ല എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കലുണ്ടല്ലോ, അത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലഞ്ചിന് വേണ്ടിയിട്ട് മീൻ വെള്ളത്തിലിട്ടതായിരുന്നു. ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് അലക്കാനുള്ള തുണികളെല്ലാം പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുന്നതാണിത്. പിന്നെ വാഷിംഗ് മെഷീനിൽ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇനി ലഞ്ചിനേക്കുള്ള കറിയും വറവൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കരുതി സാമ്പാറും ക്യാബേജ് വറവും പിന്നെ ആ മീൻ വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ അത് പൊരിക്കുകയും ചെയ്യാമെന്ന് കരുതി. ഹസ്ബൻഡ് ലഞ്ചിന് ഉണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ എനിക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറൊക്കെ ഞാൻ ഇതിന് മുൻപ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ തട്ടിക്കോട്ട് സാമ്പാറൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ജസ്റ്റ് എല്ലാ പച്ചക്കറികളും എടുത്തിട്ട് ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്നതാണിത്. സാമ്പാറിൻ്റെ എല്ലാ പച്ചക്കറികളും നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് അവിടെ അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ കുറച്ച് പരിപ്പൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കും. അപ്പോൾ അത് സാമ്പാർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി മീൻ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതും ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ആ മീനിൽ മസാല ഒന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ അങ്ങനെ മീനിൽ മസാല പുരട്ടിയിട്ട് അത് അവിടെ കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. ഇനി വറവിന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജ് എടുക്കുന്നതാണിത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിൻ്റെ മേൽഭാഗമുള്ള തൊലിയൊക്കെ ഒന്ന് കളയും, എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയൊരു ഭാഗം മതിയാവും, കാരണം ഞാനും കുട്ടികളും മാത്രമുള്ള ഹസ്ബൻഡില്ല, ലഞ്ചിനുണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് വറവിന് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കുന്നതാണിത്. ഞാൻ ക്യാബേജ് ഇതുപോലെ അരിഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നല്ല പോലെ കഴുകിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കും. അങ്ങനെയാണ് ഞാൻ ക്യാബേജിൻ്റെ ചെയ്യാറ്. അപ്പോൾ ആ ക്യാബേജൊക്കെ നല്ലപോലെ കഴുകി വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കരുതി ഈ വറവിനേക്കുള്ള സവാളയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വറവുണ്ടാക്കാൻ തുടങ്ങി. വറവിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഒരുപാട് വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വറവുണ്ടാക്കിയെടുക്കുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഈവനിങ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചോറിൻ്റെ പണികളൊക്കെ തീർത്തിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളിലേക്കും കിടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തീർക്കുന്നത്. അപ്പോൾ സാമ്പാർ ഞാൻ പച്ചക്കറിയൊക്കെ കുക്കായി വന്നപ്പോൾ അതൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. സാമ്പാർ ഓടിയിട്ട് കൊടുത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ചോറ് വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോ പണികളും പെട്ടെന്ന് തന്നെ തീർത്തെടുക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിലിട്ട തുണികളൊക്കെ ഇതായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ആറിയിട്ടു. പിന്നെ ഇതാ എൻ്റെ കിച്ചണൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് കിച്ചണും ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ ചോറും സാമ്പാറും വറവും മീൻ ഫ്രൈ ചെയ്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര വരെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.